നമസ്കാരം. വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയത്. രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്തേക്കാണ് മുംബൈ ടീം മാനേജ്മെന്റ് ഹർദിക്കിനെ കൊണ്ടുവരുന്നത്. ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും കടുത്ത വിമർശനമുണ്ടായ തീരുമാനമായിരുന്നു അത്. ഇന്നും മുംബൈയുടെ ആരാധകരിൽ ഒരു വിഭാഗം ഹർദിക്കിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. മുംബൈയുടെ സ്വന്തം തട്ടകത്തിൽ പോലും ആരാധകർ ഹർദിക്കിനെ വരവേറ്റത് കൂവലുകളോടെയായിരുന്നു. മത്സരങ്ങൾ വിജയിച്ച ആരാധകരുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഹർദിക്കിന്റെ മോഹങ്ങൾക്കും തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. മുംബൈ തുടർ പരാജയങ്ങളിൽ വലയുകയാണിപ്പോൾ. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയും വിമർശിക്കപ്പെടുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ IPL ചാമ്പ്യന്മാരാക്കിയ നായകനായിരുന്നു ഹർദിക് പാണ്ഡ്യ. രണ്ടാം സീസണിലും ഫൈനലിൽ എത്തിക്കാൻ സാധിച്ചു. എന്നാൽ ഈ വിജയം മുംബൈയിൽ ആവർത്തിക്കാൻ ഹർദിക്കിന് സാധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ഗുജറാത്തിൽ നേടിയ വിജയം ഹർദിക്കിന് മുംബൈയുടെ നായകനായപ്പോൾ ആവർത്തിക്കാൻ സാധിക്കാതെ പോയത്? 4 കാരണങ്ങളാണ് ഇതിനുള്ളത്. അതൊക്കെ പരിശോധിക്കാം. ഇതിലൊന്ന്, ഗാലറിയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമുള്ള എല്ലാം കൂവലുകളും അധിക്ഷേപങ്ങളും ട്രോളുകളും എല്ലാം തന്നെയാണ്. ഹർദിക് പാണ്ഡ്യ ഇതെല്ലാം സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് പാണ്ഡ്യയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഹർദിക് പാണ്ഡ്യയെ തളർത്താൻ തക്ക ശക്തം തന്നെയാണ് താരം നേരിടുന്ന വെറുപ്പ് തന്നെ. പാണ്ഡ്യയുടെ പ്രകടനത്തെ ഈ പ്രതികരണങ്ങൾ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണുള്ളത്. ഇനി രണ്ടാമത്തെ കാരണമായിട്ട് പറയാനുള്ളത്, 2022 ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് എത്തുന്നത്. ഗുജറാത്തിൻ്റെ ആദ്യ സീസണായിരുന്നു അത്. സീസൺ ആരംഭിക്കും മുൻപ് തന്നെ ഗുജറാത്തിൻ്റെ നായകൻ ഹർദിക് പാണ്ഡ്യയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മെഗാ ഓപ്ഷൻ മുതൽക്ക് തന്നെ ഹർദിക് തിരഞ്ഞെടുത്തവരായിരിക്കും ഗുജറാത്തിൻ്റെ താരങ്ങളിൽ ഏറിയ പങ്കും. എന്നാൽ മുംബൈയിൽ സംഭവിച്ചത് അതല്ല. മുന്നേ തയ്യാറാക്കപ്പെട്ടൊരു ടീമിലേക്ക് ഹർദിക് പാണ്ഡ്യ നായകനായി തിരിച്ചു വരികയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ടീമിനെ ഹർദിക് പാണ്ഡ്യ തട്ടിയെടുക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിലും പറഞ്ഞാൽ തെറ്റില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഗുജറാത്തിൽ ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്തിരുന്നത് 4ാം നമ്പറിലായിരുന്നു. ബാറ്റിങ്ങിൽ ആങ്കറിംഗ് റോളിലായിരുന്നു ഹർദിക് പാണ്ഡ്യ കളിച്ചിരുന്നത്. ബൗളിംഗ് ഓപ്പൺ ചെയ്തിരുന്നതും ഹർദിക് പാണ്ഡ്യ തന്നെയായിരുന്നു. എന്നാൽ മുംബൈയിലേക്ക് എത്തുമ്പോൾ ബാറ്റർ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും ഹർദിക് പാണ്ഡ്യയുടെ റോള് എന്തെന്നതിൽ തന്നെ വ്യക്തമില്ല. ഇനി 4ാമത്തെ കാരണം, ഗുജറാത്തിൻ്റെ പരിശീലകൻ ആശിഷ് നെഹ്റയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു ഹർദിക് പാണ്ഡ്യയ്ക്ക് ഉണ്ടായിരുന്നത്. ഇരുവരുടെയും ഈ ആത്മബന്ധം അവരുടെ പ്രകടനത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ബന്ധം ഹർദിക്കും മുംബൈയുടെ പരിശീലകൻ തമ്മിലല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതും ടീമിൻ്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണ് ഉള്ളത്. നിലവിൽ പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ് മുംബൈ ഉള്ളത്. മുംബൈക്ക് പിന്നിലുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മാത്രമാണ്. 10 മത്സരങ്ങൾ കളിച്ച് മുംബൈ 3 മാത്രമാണ് വിജയിച്ചത്. ബാക്കി 7ലും മുംബൈ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ഹർദിക്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ഈ IPL കഴിയുമ്പോൾ തന്നെ മാറുമെന്ന് വിശ്വസിക്കാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ഹർദിക് പാണ്ഡ്യ. ഇനിയും ഈ വെറുപ്പും വിദ്വേഷവും തുടർന്നാൽ അത് ഹർദിക് പാണ്ഡ്യയെ ദേശീയ ടീമിൻ്റെ നിലയിൽ നിന്ന് പോലും താഴേക്കിറക്കാനുള്ള സാധ്യതകൾ സജ്ജമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെറുപ്പുകൾ ഹർദിക്കിന് നേരെ ഉയർന്ന ഈ വെറുപ്പുകളെല്ലാം തന്നെ പരമാവധി നേരത്തെ തന്നെ ഈ IPL തന്നെ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.